ശരി, ശ്രീമതി ആശ ഉണ്ണിത്താൻ, ഇന്ന് അതിജീവിത വിചാരണ കോടതിയെ തന്നെയാണ് സമീപിച്ചത്. തുറന്ന കോടതിയിൽ വാദം നടക്കട്ടെ എന്നാണ് അതിജീവിത പറയുന്നത്. അതായത് എല്ലാവരും കേൾക്കട്ടെ. അതായത് ഈ കോടതിയിൽ, വിചാരണ കോടതിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യം അത് അടച്ചിട്ട മുറിയിൽ അവിടെ കൂടി നിൽക്കുന്ന അഡ്വക്കേറ്റുമാരും സാക്ഷികളും പ്രതികളും മാത്രം അറിഞ്ഞാൽ പോരാ, പൊതുസമൂഹം അറിയണമെന്ന് എന്തുകൊണ്ട് ഈ കേസിലെ അതിജീവിത കരുതുന്നു? എന്താണ് അവർക്ക് ഇങ്ങനെ തോന്നാനുണ്ടായ കാരണം? ഇതുവരെ അതില്ലായിരുന്നുവല്ലോ. ഒരുപക്ഷെ കോടതിയിൽ പല തവണകളായിട്ട് പല രീതിയിൽ അവര് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ് 2 പ്രോസിക്യൂട്ടർമാർ മാറിയ കാര്യം. അതുപോലെ തന്നെ കോടതിയിൽ വെച്ചിട്ട് തന്നെ ഈ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട സംഗതി. അപ്പൊ ഇതൊക്കെ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നീതി നടപ്പിലാക്കിയാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കി എന്ന് അത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് വേണം നടപ്പിലാക്കാൻ. ജസ്റ്റിസ് നോട്ട് ഓൺലി ബി ഡൺ ബട്ട് സീംസ് ടു ബി ഡൺ എന്ന്. അപ്പോ അങ്ങനെ നീതി നടപ്പിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, ഈ സിസ്റ്റത്തിന് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നാണ് സർവൈവറിന്റെ ഭാഗത്തു നിന്നും പ്രോസിക്യൂട്രിക്സിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു അപേക്ഷ വരുന്നതിന്റെ കാരണം എന്ന് ഞാൻ മനസ്സിലാക്കി. എന്താണ് കോടതിയിൽ നടക്കുന്നത് എന്ന് എല്ലാവരും അറിയണം എന്ന് അവരെ ആഗ്രഹിക്കുന്നത്. കോടതിയില് ഇവരുടെ സ്വകാര്യത മറച്ചു വെക്കേണ്ടെന്ന സമയം കഴിഞ്ഞു പോയിരിക്കുന്നു. കാരണം ഓൾറെഡി ഇവരുടെ പല രീതിയിലുമുള്ള ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങൾ നിരന്നു കഴിഞ്ഞിരിക്കുന്നു. പലതവണ പറഞ്ഞിട്ടുണ്ട്. അതവരുടെ റൈറ്റ് ടു ലൈഫിനെ ബാധിക്കുന്ന സംഗതിയാണ്. റൈറ്റ് ടു ലൈഫ് എന്ന് പറഞ്ഞാൽ അത് പ്രൈവസിയെ ബാധിക്കുന്ന സംഗതി കൂടിയാണ്. നോട്ട് മിയർ ആനിമൽ എക്സിസ്റ്റൻസ്, ഒരു മൃഗതുല്യമായി ജീവിച്ചാൽ പോരാ, ജീവിക്കുമ്പോൾ അത് ഒരു മനുഷ്യ ഡിഗ്നിറ്റിയോട്, ബർത്ത് വിത്ത് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ആ ഹ്യൂമൻ ഡിഗ്നിറ്റി ഉണ്ടാവണമെങ്കിൽ എന്റെ പ്രൈവസി വയലേഷൻ ഇല്ലാതിരിക്കണം. അപ്പൊ എന്റെ പ്രൈവസി വയലേഷൻ നടന്നു എന്ന് ആശങ്കപ്പെടുന്ന അത്തരം രീതിയിലുള്ള എല്ലാവിധ സംഗതികളും അവിടെ വന്നു കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത്, ഇപ്പം നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഹാഷ് വാല്യൂ അറിയില്ല, ആ വാല്യൂ അറിയില്ല എന്നൊക്കെ. നോക്കൂ, ഒരു ഡിവൈസിന്റെ അകത്ത് ഒരു മെമ്മറി കാർഡ് വെച്ചിട്ട് നമ്മൾ ഒരു കാര്യം കോപ്പി ചെയ്തു, എന്താ പറയുക, ക്യാമറ വെച്ചെടുക്കുകയോ മറ്റോ ചെയ്തു. ഈ മെമ്മറി കാർഡ് പിന്നീട് പല ഡിവൈസുകളിൽ ഇടുമ്പോൾ എല്ലാ ഡിവൈസുകളിലേക്കും അത് കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഡിവൈസുകളിലൊക്കെ പോയി എന്നുള്ളത് ഈ മെമ്മറി കാർഡ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ടെക്നോളജി. അപ്പൊ അതുകൊണ്ടാണ് വിവോ ഫോണിൽ ഇട്ടു എന്ന് ഈ മെമ്മറി കാർഡ് നമ്മളോട് പറഞ്ഞിരുന്നത്. ഇനി മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയില്ല എന്ന് പറയുന്നു. അതായത് മെമ്മറി കാർഡിന്റെ കണ്ടന്റിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടാവില്ല, അത് എഡിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, പക്ഷേ ഈ മെമ്മറി കാർഡ് എന്റെ ഫോണിൽ ഇട്ടുകൊണ്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു മനുഷ്യന് അല്ലെങ്കിൽ വേറെ എത്രയോ പേർക്ക് ഇത് വേറൊരു ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ വേറെ ക്യാമറ ഉപയോഗിച്ചുകൊണ്ടോ പകർത്താൻ സാധിക്കും. അപ്പോ ഇതിനെന്ത് മാറില്ല? ഹാഷ് വാല്യൂ, കണ്ടന്റും മാറില്ല, വേറെ ഫോണിലിട്ടതും മാറില്ല. കാരണം ഞാൻ എന്റെ ഫോൺ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നുകൊണ്ടാണ് ഇതിലേക്ക് പകർത്തുന്നുണ്ടാവാം. അപ്പോ ഇത്തരം രീതിയിലുള്ള പലതും സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് ആശങ്കപ്പെടുന്ന ഒരു അതിജീവിതയാണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയെങ്കിലും അവർക്ക് നീതി കിട്ടി എന്ന് ബോധ്യപ്പെടണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ശ്രീമതി ആശ ഉണ്ണിത്താൻ, ജുഡീഷ്യറിയിൽ വിശ്വാസമില്ല എന്നുള്ള സന്ദേശം തന്നെയല്ലേ ഇത് നൽകുന്നത്? കാരണം വിചാരണ കോടതിയുടെ പ്രവൃത്തികൾ അത് വിശ്വസിക്കാൻ പറ്റുന്നതല്ല. അത് ഈ അന്തിമവാദം നടക്കുന്ന സമയമാണെന്ന് കൂടി ഓർക്കണം. വാദം അവസാനിക്കാൻ സമയമായി, ഇനി വിധിയിലേക്ക് വരാൻ ഏതാനും മാസങ്ങളെ ഉള്ളൂ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ആ സമയത്ത് ഈ വിചാരണ നടത്തുന്ന ഈ കോടതിയെ എനിക്ക് വിശ്വാസമില്ല, ഇതല്ലേ ഇപ്പോൾ അതിജീവിത പറയാൻ ഉദ്ദേശിക്കുന്നത്? ഈ കോടതിയിൽ നടക്കുന്ന സംഭവങ്ങൾ, അതായത് അടച്ചിട്ട മുറിയിൽ നടക്കുന്ന സംഭവങ്ങൾ, അത് പൊതുജനം അറിയണം, ഇനിയെങ്കിലും ഈ ബാക്കി സമയത്തെങ്കിലും അറിയണം. കാരണം അത്രമാത്രം എനിക്കിവിടെ നിന്ന് നീതി കിട്ടില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ഒരു സന്ദേശമല്ലേ അതിജീവിത വെളിയിലേക്ക് നൽകുന്നത് ഈ ഒറ്റ ഹർജിയിലൂടെ? ആ ഹർജി അംഗീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്, അല്ലേ? വിശ്വാസം മൊത്തമായി ജുഡീഷ്യറിയോട് അവർക്ക് ഇല്ലാതില്ല. അവർക്ക് ജുഡീഷ്യറിയോട് വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ കേസ് നിലനിൽക്കുന്നതും അവർ മൊഴി കൊടുത്തതും അവർ ഇതിന്റെ പുറകെ നിന്നുകൊണ്ടിരിക്കുന്നത്, അതുപോലെ ഹൈക്കോടതിയിൽ പോണതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വിശ്വാസമുണ്ട്. പക്ഷെ വിശ്വാസമുള്ള ഈ കോടതിയുടെ അകത്ത് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ കോടതിയെ സുതാര്യമാക്കുക എന്നതാണ് എനിക്ക് ഇവിടെ ഏക മാർഗം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അവരുടെ വിശ്വാസമാണ്. ഇത് ശരിയാണോ തെറ്റാണോ, ഇതാണ് മെത്തേഡ് പാലിക്കേണ്ടത് എന്നും നമുക്കില്ല. കാരണം അതൊക്കെ അതിജീവിതയുടെ മാത്രം അവകാശങ്ങളും അവർ മാത്രം തീരുമാനമെടുക്കേണ്ട കാര്യമാണ്. ഇതിൽ എനിക്കൊരു സേ ഇല്ല. നോക്കൂ, നിങ്ങൾ പോയി ചെയ്യരുത്, നിങ്ങളുടെ ഭാവി പ്രശ്നത്തിലാവും, എല്ലാവരും ചർച്ച ചെയ്യും. ഇവിടെ മൊഴികൾ കൊടുത്തു കഴിഞ്ഞു.
മൊഴികൾ കൊടുത്തു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ മൊഴി കൊടുക്കുന്ന സമയത്ത് പോലും റിപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നുവെങ്കിൽ ഏതൊക്കെ മഹതികൾ മറ്റു ആളുകൾ ആ വിറ്റ്നസ് ബോക്സിൽ കയറി നിന്ന് ഏതൊക്കെ രീതിയിൽ മൊഴികൾ മാറ്റി പറഞ്ഞു എന്നും, അതുപോലെ തന്നെ മുൻ പ്രോസിക്യൂട്ടർമാർ ആക്ഷേപം പറഞ്ഞു എന്ന് തന്നെ പറയാം, അലിഗേഷൻ നടത്തി. അതായത് ഞങ്ങൾക്ക് ഇങ്ങനെ പീഡനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറഞ്ഞതും, അതിജീവിത തന്നെ അനുഭവിച്ച ട്രയലിന്റെ സമയത്ത് അനുഭവിച്ചിട്ടുള്ള മറ്റു പല ഹറാസ്മെന്റ്സും എല്ലാം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കേട്ട മൊഴിക്ക് അപ്പുറത്ത്, ഹിയർസേ എവിഡൻസിന്റെ അപ്പുറത്ത് നിങ്ങൾ റിപ്പോർട്ടർമാർ അവിടെ ഇരുന്ന് കേൾക്കുകയും കാണുകയും ചെയ്തേനെ. ഒരു കൊലപാതക കേസിലാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണുകയും കേൾക്കുകയും ചെയ്യാമായിരുന്നു. അപ്പൊ എത്രത്തോളം അവര് അനുഭവിച്ചിട്ടുണ്ട് എന്നല്ല അവർ അറിഞ്ഞേനെ. ഇപ്പൊ എന്തായാലും എല്ലാ കാര്യങ്ങളും ഒരുവിധം കേരള സമൂഹം, അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കുന്ന ഇന്ത്യയിലെ ലോകത്തിലെ വിവിധ മനുഷ്യർ അറിഞ്ഞു കഴിഞ്ഞു. ഇനിയെങ്കിലും അവർക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ജസ്റ്റിസ് ചെയ്യണം. അതായത് നീതി നടപ്പിലാക്കിയാൽ മാത്രം പോരാ, അത് നടപ്പിലാക്കി എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ അത് നടപ്പിലാക്കണം. അപ്പൊ അവരങ്ങനെ ഒരു ആവശ്യം പറയുന്നുണ്ടെങ്കിൽ അത് അനുവദിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.